ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഐഷു, നിങ്ങളുടെ തനി മലയാളി, ഇന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. ഐഷു വരുന്നതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങോട്ട് പോകുന്നത്. ബിക്കോസ് അവൾ വരുമ്പോഴത്തേക്കും അവളുടെ കൂടെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്, അവൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്കും ഐഷു പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ, വാക്ക് ഡൗൺ ദ മെമ്മറി ലെയിൻ എന്നുള്ള ലൈനാണ് നമ്മൾ പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് മൈഗ്രെയിൻ ട്രിഗറായിട്ട് ആകെ പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നിയത് എൻ്റെ തലേൻ്റെ ഡ്രൈനെസ്സും പിന്നെ ഉറക്കമില്ലായ്മയും അങ്ങനെയൊക്കെ ആയിട്ടാണെന്ന്. അപ്പോൾ ഇപ്പോൾ എണ്ണ തേച്ചൊരു കുടിയായാൽ തല ഭയങ്കര ഡ്രൈ ആയാലും എനിക്ക് ഭയങ്കര തലവേദന. സോ പറഞ്ഞു ക്യാമറ അനക്കരുതെന്ന്. എന്താണ് ഒരു മിനിറ്റ്. ഇതാണ് ഇവർ രണ്ടുപേരും കൂടെ തട്ടുകയാണ് ഫോണിലോട്ട്, സ്റ്റാൻഡിലോട്ട് തട്ടുക. എന്താണ് ഉദ്ദേശം? ഹലോ, തട്ടാനൊന്നും പറ്റില്ല. ഈ ഓയിൽ ഭയങ്കര സ്പെഷ്യൽ ഓയിൽ അത്ര വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ തുളസി ഇലയും കുറച്ച് കേശവർദ്ധിനി, കേശസമൃദ്ധിയോ അങ്ങനെ പറഞ്ഞ ചെടിയും. സമൃദ്ധിയാണോ വർദ്ധിനിയാണോ? അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഏതാന്ന് എനിക്ക് ചോദിക്കാം. അത് അതിന്റെ ഇല കുറച്ച് കിട്ടിയിരുന്നു, അതിന്റെ തൈന്റെ. അപ്പൊ അതും ഇട്ടിട്ട് കാച്ചി. മുടി ഊരുന്നുണ്ടോ അമ്മ? ഇല്ല, മുടി ഇല്ലേ? കേശവർദ്ധിനി. ഓ, കേശവർദ്ധിനി വെച്ച് കഴിഞ്ഞാൽ മുടി വളരാൻ. നോക്കാം നമുക്ക് മുടി വളരുമോ. അങ്ങനെ കുളിച്ച് ഫ്രഷായി റെഡിയായി ഞാൻ ഇറങ്ങുകയാണ്. അമ്മേനോട് ഭയം പറഞ്ഞ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഐഷു വരുന്നതെന്ന് പറഞ്ഞു. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവൾ വരുന്നതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു ഓട്ടോ എടുത്തു, എന്നിട്ട് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ആരും എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. സോ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് പോവാണ്. ഐശ്വര്യ കൂട്ടാൻ വെരി വെരി എക്സൈറ്റഡ് ഫോർ us. അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകാമെന്നൊക്കെ. ഞാൻ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. ഞങ്ങൾ ബൈജൂസിലുള്ള കാലത്ത് ഞാൻ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് അവിടെ നിന്നു. പക്ഷെ അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നിട്ടില്ല. ഫസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് കണ്ടേ ഉള്ളൂ, ലൈക്ക് യൂറോപ്പ് പോയപ്പോൾ കണ്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും അവൾ നാട്ടിൽ വരാം, എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞാൽ സ്പെഷ്യൽ അല്ലേ, പോയി കൂട്ടിയിട്ട് വരാം. 10 മിനിറ്റിൽ അവളുടെ ട്രെയിൻ വരേണ്ടതാണ്. ഇവിടെ ഞാൻ ഇരിക്കും, അവള് വരും. ഇപ്പൊ വരുന്നു തോന്നുന്നു. അവള് വന്നപ്പോ തന്നെ ആരാണിത്? മുതലേനെ കിട്ടിയിരിക്കുന്നു. കളഞ്ഞു പോകുന്ന എനിക്കതൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ കളഞ്ഞു പോകുന്ന എനിക്കൊരു പേടിയുണ്ടായിരുന്നു. സാധനത്തിൽ പ്ലാറ്റ്ഫോം 3 കിടന്ന് തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ഇത്തിരി വൃത്തിയായി അത്രയാണ് തേച്ച. അസൂയ എല്ലാവർക്കും അസൂയ. അതിന്റെ സാധനങ്ങൾ അവനവൻ തന്നെ എടുക്കുക. ഗെസ് ദ ഹൗസ്. അങ്ങനെ പറയരുത്, കഷ്ടം. നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ താൻ തേച്ചു ആസ് യൂഷ്വൽ. അവിടെ നിങ്ങൾ പുറപ്പെടുകയും ചെയ്ത് എത്തില്ല. അപ്പൊ ശരി, ഞാൻ വീടെത്തിക്കണം. താരപ്പൊലികൾ എടുത്തോളാം. അമ്മ ഒരു താരപ്പൊലി ആവാം. ഇങ്ങോട്ട് കേറുക. ഇല്ല, 2 പൂച്ചകളെ തരട്ടെ. അതെ, വീഡിയോയിൽ കണ്ടിട്ടേ നല്ല പരിചയം ഉണ്ടാവും. സുലഭ നിമിഷം സംസാരിച്ചിട്ടുണ്ട്. എന്നാ വായോ, നമുക്ക് ചോറ് കഴിക്കാം. അമ്മ വിശക്കണോ നല്ലോണം. ഞാൻ അടുത്തോളാം. ട്രെയിൻ ഒരു എടാ ഷൂസ് ഞാൻ ആത്തിക്ക് എടുക്കട്ടെ. കേമാൻ, നമുക്ക് ലെഫ്റ്റിലുള്ള റൂം, സെക്കൻഡ് ലെഫ്റ്റ്. അതന്നെ. ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞത്. അങ്ങനെ അയ്യോ, ഞാൻ പെട്ടെന്ന് എന്റെ വ്ളോഗ് ആക്കിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പോ ക്യാമറ ഇരിക്കുന്ന താഴെ. എന്നാ പിന്നെ പറയാന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വ്ളോഗും പരിപാടിയും ഇന്നലെ ഒരു ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു.
അപ്പോൾ ഇവളെ ഞാൻ 3 മാസം മുന്നേ കണ്ടേ ഉള്ളൂ. ഇവളെ കാണാൻ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. തൽക്കാലം വ്ലോഗ് എടുക്കാനുള്ള തീരുമാനിച്ചു. നമ്മുടെ അപ്പൊ ഇനി ഇതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല. ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടുന്ന് കയറിയത്. ഒരു ആവോലി ഒറ്റടിക്കാൻ നാട്ടിലോട്ട് ആവോലി കഴിച്ചിട്ടില്ല. ഞാൻ ആകെ തിരക്കിലായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ആവോലി. അപ്പോൾ ഞാൻ ഒന്ന് കുളിയല്ല ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ വൈകുന്നേരം ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ചുമ്മാ കറങ്ങാൻ. ഞാൻ കുറേ കാലമായി എറണാകുളം അങ്ങനെ കറങ്ങിയിട്ട്. ഞാൻ മറ്റേ SCMS പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ കൂടുതൽ എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് എറണാകുളം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണമായിരുന്നു. കഴിഞ്ഞ തവണ 2 തവണ വന്നപ്പോഴും എനിക്ക് ഇവിടെ കാര്യമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊരു സമയം കിട്ടിയായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ എനിക്ക് സമയമുണ്ട്. 5 മണിയായി. ഞാൻ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. 5 മണിക്ക് ലഞ്ച് കഴിക്കും. ഞാനും കഴിച്ചിട്ടില്ല. കുരിപ്പ് വരണോ പറഞ്ഞിട്ടേ ഇഷ്ടണം. ഇത് നോക്കിയോ ഇഞ്ചിപ്പുളി, അമ്മ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി. കട്ട ഉണ്ടാവേ ഫ്രിഡ്ജിൽ വെച്ചാണ്ടായിരിക്കും. നടുവേദന ഉണ്ടോ? അത് അത്ര ഒരു ഇതല്ല. കുറച്ച് ദിവസമായിട്ടാ. ഓ ഇത് മറ്റതല്ലേ ലെമണും ഡേറ്റ്സ് അല്ലേ ഇത്? എന്താ ഇഷ്ടല്ലേ? വെളുത്തുള്ളിയും ഇതും കൂടെ അല്ല ഏത് അച്ചാറുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇടും. ഇത് പക്ഷെ വെളുത്തുള്ളി ഉണ്ട് അച്ചാറിലൂടെ. കണ്ടുപിടുത്തോ ഞാൻ കൊറേ നാളെ വൈഷു പറഞ്ഞിട്ട് ഇവിടെ അന്ന് ഒരു ദിവസം ബൈജൂസിലുള്ളപ്പോ വരേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ എത്തിയില്ല. എറണാകുളത്ത് കൊറേ പ്രാവശ്യം വന്നിട്ടും അന്ന് കൊല്ലത്തുള്ള കുട്ടിയാണ് വന്നു. ആച്ച വന്നിട്ടില്ല അവിടെ. ഐഷു അമ്മയും കൂടി അവിടുത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് ലഞ്ച് കഴിക്കാം. സ്പെഷ്യൽസ് ഇതിന്റെ സ്പെഷ്യൽ എന്താ അറിയോ? ഇത് വെണ്ടയ്ക്ക കിച്ചടി. അത് നമ്മളുടെ ഇവിടെ ഉണ്ടായ വെണ്ടയ്ക്ക. നമ്മുടെ തോട്ടമുണ്ട്. അമ്മ തോട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നോക്കാം അമ്മയുടെ ഫേസ്. തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അമ്മ ഇങ്ങനെ വൈകിട്ടൊക്കെ പോയിട്ട് തോട്ടത്തിനിടയിലൊക്കെ നിന്ന് വെള്ളമൊക്കെ നനച്ചപ്പോ അതാണ് പണി. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തുള്ളി ചോറ്. പിന്നെ കിച്ചടി. അമരക്ക ഉപ്പേരിയാണോ? പയറുപ്പേരി, ബീഫ് റോസ്റ്റ് ഉണ്ട്. ഇത് വെണ്ടയ്ക്ക. പിന്നെ ഇത് കിച്ചടി. ഇത് ഇവളുടെ ആവോലി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അവിടെ. യെസ്, ബോൺ ആപ്പറ്റീറ്റ്. അമ്മയുടെ മീൻകറി ഒരു രക്ഷയില്ല. ഇവള് ഭയങ്കര ഫാനാണ് മീൻകറിയുടെ. ഇവിടെ ഐശ്വര്യ എരി പറ്റില്ലല്ലോ. അയ്യോ ഒരു 10 ശിശു മൂപ്പർക്ക് ബീഫ് കൂട്ടി ഇവൾക്ക് നല്ല എരിവ് വേണം. തീരെ എരിവ് പറ്റൂല. ഞാനിപ്പോ എരിവൊക്കെ അവനിപ്പോ ഏതെങ്കിലും വെള്ളരി എടുത്ത് നല്ല പിന്നെ മോര് കറി ഉണ്ടാക്കി കൊടുത്താൽ അത് മതി. വൈഷുവിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എയർപോർട്ടിൽ വെച്ചിട്ട് ഞാനപ്പോ പോവാന്നല്ലോ. ഇവിടെ ഇരുന്നോ? വെറുതെയാണ് ഗൈസ്. ഇവിടെ തന്നെ ക്യാമറ പണിയെടുക്കുന്ന പോലെ കാണിക്കാണ്. ഒരു പണി എടുക്കണമല്ല. എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. കൊണ്ടുവയ്ക്കുന്ന എടുക്കുന്നില്ല. ഞാൻ തുണി നന്നായി ഞാൻ തുളച്ചിടാം. വെള്ളം പോയതാ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ എത്തിയോ? ഇത് ഞാൻ പറഞ്ഞില്ല.
ഇന്നത് ഇവിടെ എങ്ങനെ ഉണ്ടാവും, ഞാൻ എന്റെ ആണെന്ന് ഇത് പ്രതീക്ഷിപ്പിക്കുകയാണ്. ഇത് രസമുണ്ടല്ലോ ഈ ചെരുപ്പ്. എല്ലാം കൂടെ നല്ലതാണ്. അല്ല ഇതൊന്നും എനിക്കില്ല, ഞാൻ കാണുന്നത് ഇതെന്താണ്. ഇത് ഇന്നെ ഇവർക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അഡ്രസ് അറിയാതെ ഇത് കൊടുത്തുപോയി. തന്നോളൂ എന്റെ ടെമോ ഐറ്റംസ്, ടെമോ സമ്മാനങ്ങളാണ് ആശാനെ. എന്റെ സ്ട്രൂപ്പ് വാഫിൾ എന്റെ ഉണ്ടോ, ഞാൻ ഭാഗം കഴിക്കില്ല. സ്ട്രൂപ്പ് വാഫിൾസ് ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ സ്ട്രൂപ്പ് വാഫിൾസ് എവിടോ. മിൽക്കി ബാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിൽക്കി ബാർ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുണ്ട് ഇവിടെ വീട്ടിൽ പറയുകൊണ്ട് ബാക്കിയുള്ള സാധനം ഇതൊരു കവർ. ഞാൻ തിന്നു കൊണ്ടുവന്ന സാധനമാണ്. മാങ്ങി ഷൂസ്. ഓ പൊള്ളി ഓ ഇതിൽ ഓഫേഴ്സിലാ. ഞാൻ ഇതിലിപ്പോ ഇങ്ങനെ ഞാൻ കാല് കളക്കാതെ ഇത് രസം കേട്ടോ. കുഞ്ഞു കാലല്ലേ ഇല്ല, എനിക്കിത് ചിലപ്പം വലുതാവാൻ ചാൻസ്. ഇതാണ് ഓഫേഴ്സ്. പെർഫെക്റ്റോ രസം കേട്ടോ. വെരി നൈസ്, വെരി ഗുഡ്. അങ്ങനെ തൊള്ള പോലെ ഉണ്ടാകും. ഇതൊക്കെ ഇട്ടിട്ടിരിക്കട്ടെ, കൊള്ളാം. നോക്കിയിരുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇവളോട് മേടിക്കാൻ. എനിക്ക് ഭയങ്കര ആണ്. എന്റെ സാധനങ്ങളെ കിട്ടി പോച്ച സ്ഥിതിക്ക് ഞാൻ ഈ മാല ഇട്ടുകൊണ്ട് മാല ഇട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ അത്. ഞാൻ എന്തിനും കൂടെ ഇടും. ആകെ ടെൻഷൻ ഇല്ല. ഓരോന്നൊക്കെ ഓരോ പഠിക്കണ്ട്. ഇവിടെ വന്നിട്ടാ രസമുണ്ട്. ഞാൻ പറയട്ടെ, താൻ എടുത്തിട്ടിട്ട് കേക്കൂ നോക്കൂ. താൻ രസമുണ്ടത് ഒത്തല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെക്കും. നോക്കൂ എന്റെ സാധനമല്ല. പെട്ടെന്ന് ചീത്ത വേറൊരു ഫോൺ കവറും കൂടി ഞാൻ വാങ്ങാം. അങ്ങനെ നമ്മളിരുന്ന ടെമോ സാധനങ്ങൾ പൊട്ടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് കൂട്ടിയെന്നുള്ളത്. ആടാനല്ലോ ഇതിപ്പോ ഞാൻ ആക്കും. സമ്മതിച്ചോളൂ ഒരു കാര്യം. കുട്ടിക്ക് ഞാൻ മേടിച്ചതൊക്കെ നല്ലതാണ്, സമ്മതിക്കാൻ ചെറിയൊരു മടിയുണ്ട്. എന്താണ് ഇത്? ഇതൊന്നും അല്ലേ ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ബന്ധിപ്പിച്ചോളാം. സ്കൂപ്പ് ഓഫ് നീ കഴിച്ചില്ലേ? സാധനം കേട്ടോ. അപ്പൊ അതെനിക്കല്ല.
ഞാൻ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ. ബാക്കിയത് തന്ന സാധനം തിരിച്ചെടുക്കേണ്ടി ഇഷ്ടപ്പെട്ടില്ല തന്നോളൂ. അങ്ങനത്തെ രസമല്ലേ രസമില്ല. ഞാൻ മണത്തോ അത്ര രസമില്ല. അത്ര ഭംഗിയായിട്ട് തരില്ല. ശരിക്കും മണക്ക് സ്ട്രോങ് ആയിശോ അല്ലേ? ഭയങ്കര അത് പോയി ഗൈസ്. ഇത് മുഴുവൻ മണക്ക്. മുഴുവൻ മണക്കുന്നത് എന്താ അങ്ങനെയല്ല, മുഴുവൻ അത് പോയി. ഈ ബാഗിലൊക്കെ രസം ഉണ്ടാവും. അത്ര രസമില്ല എന്ന് തന്നോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. ഓ ഇതെന്തേലുണ്ട് തരില്ല. ഉണ്ടോ? ഇല്ല, ഇത് പിങ്ക് ആണ്. ഇത് സാരല്ലേ പിങ്ക് ഉണ്ട്. നോട്ടത്ര ശരിയില്ല. മാച്ചിലേക്ക് കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്നത്. ഇങ്ങനെ ഇട്ടോ ഇത് രസം ഉണ്ടാവും. അത് എടുത്തോളൂ. അങ്ങനെ ഇട്ട് പോയാൽ മതി. അങ്ങനെ ഇട്ട് പോയിക്കോളൂ. ആ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇട്ട് പോയി ഇന്റർവ്യൂ ചെയ്തിരിക്കും. രസമുണ്ട്. ഞാൻ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. ഐഷു എനിക്കൊരു മാസ്റ്റർ ക്ലാസ് തരുമായിരുന്നു കേട്ടോ, എന്താണ് അവൾ ഉപയോഗിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ കോണ്ടന്റ് ക്രിയേഷനിൽ എന്നുള്ളത്. പിന്നെ അതല്ലാണ്ട് ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ വർത്താനം പറയാൻ ടോപ്പിക്സ് ഒന്നും വേണമെന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മണിക്കൂറുകളോളം. എന്താണ് ഇവിടെ വന്ന ഒരു പാച്ച് ഒട്ടിച്ചോളൂ. പാച്ച് വേണം. എന്തൊരു പുച്ഛായിരുന്നു നേരത്തെ. തരുന്നില്ല. എനിക്കിവിടെ പാച്ചിരിക്ക. എനിക്ക് ഞാൻ തന്നെ ഒരുക്കി തരാം. നല്ല വൃത്തിക്ക് ഒരുക്കി തരാം. എന്റെ കാത്തിരിപ്പിക്കൽ ഒരുക്കല്ല. ഞാൻ നല്ല വൃത്തിക്ക് ഒരുക്കി തരാം. അതിന്റെ മുഖത്തെ വൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീറ്റെയിൻ ചെയ്ത്. പക്ഷെ ഒരു ചെയ്യണല്ലേ ചെയ്തോളൂ. ഞാൻ ഓവറല്ലേ? ഇത് നമുക്ക് ഓവറാന്ന് തോന്നുന്നുണ്ടോ? ഭംഗിയില്ലേ? ഇത് എന്റെ വായിന്ന് കേൾപ്പിക്കാനാണ്. ഇതിലൊന്നും താജ്മഹൽ വേണം എനിക്കറിയില്ല. കണ്ണടിച്ച് പോയിട്ടില്ലെങ്കിൽ തുടർന്ന് കാണുക. ഇപ്പോഴും എല്ലാവർക്കും കണ്ണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ബീനിയാണ് ഇത്. അപ്പൊ ഇവിടെ ബീനി വാങ്ങിക്കാൻ പറഞ്ഞു. സമ്മറിൽ എവിടെയാണ് ബീനി വാങ്ങിക്കാൻ കിട്ടുക? നമുക്ക് എവിടെയും കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ളൊരു തലയിൽ വെക്കുന്ന സാധനം, എനിക്ക് ആദ്യം ബീനി എന്ന് പറഞ്ഞാൽ അറിയുണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്ന് മറ്റേ ഡിന്നറിന് പോയി കഴിഞ്ഞപ്പോ എന്റെ ബോസ് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. എന്റെ മുടി അത് ചള കൊളായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം തലയിൽ നിന്ന് വരില്ല. അപ്പൊ ബോസിന്റെ അടുത്ത് പറഞ്ഞു, ഐ തിങ്ക് ഷീസ് ഇൻ ലവ് ഫോർ ബീനി. ഞാൻ അത്രക്കാരൻ എന്താണ് ഈ സാധനം? ഇഷ്ടപ്പെട്ടിരിക്കണം. നമുക്കിന്ന് വൈകുന്നേരം ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് അറിയാൻ സത്യമായിട്ടും എന്നെ ഫസ്റ്റ് ബിഹൈൻഡ് ഗുഡ്സും പിന്നെ ജാങ്കോ സ്പേസുമാണ് ഇന്റർവ്യൂവിനെ കോൺടാക്ട് ചെയ്തത്. ഞാൻ അപ്പൊ അവരോട് ചോദിച്ചത് എന്റെ ഇന്റർവ്യൂ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂവിന്റെ ഒക്കെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവർക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇന്റർവ്യൂ എടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബിഹൈൻഡ് ഗുഡ്സിന്റെ ഇന്റർവ്യൂ കൊടുത്തത് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ട് വന്നു. ആ ദിവസം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. പിന്നെ അതിനുശേഷം ജാങ്കോ സ്പേസ് ഞാൻ അവിടെ തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ചും കൂടെ ചോദിക്കും, നിങ്ങൾക്ക് എന്റെ മുഖം കണ്ട് ബോറടിക്കാനുള്ള പേടിയാണ് എനിക്ക്. അപ്പൊ പക്ഷെ ഉത്തരം എനിക്ക് എന്തെങ്കിലും ഉള്ളൂ. ഉത്തരം എന്താണ് കാര്യം ചെയ്യും. നിന്നോട് ചോദിക്കും എന്റെ 2 ഉത്തരം തരാം. അതോട് പറഞ്ഞു. ഞാൻ പവൻസിലാണ് പഠിച്ചത്. കുറച്ചത് പറഞ്ഞു. ബോറടിക്കുന്നെങ്കിൽ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വരും ഇന്റർവ്യൂസിൽ ഞാൻ ഉത്തരങ്ങളൊന്ന് മാറ്റി പിടിക്കാം. അപ്പൊ ഞാൻ കള്ളം പറയില്ല. എന്റെ കാര്യം പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ഞാൻ ഉത്തരം ഒന്ന് മാറ്റി പിടിച്ചത്. തനി മലയാളി ഐഷു ഇന്റർവ്യൂവിന് പോകാൻ റെഡിയാണ്. ഞാനാണ് കൈസ് ഒരുക്കിയത്. കൊള്ളാമെങ്കിൽ ഞാനാണ് ഒരുക്കിയത്. കൊള്ളില്ലെങ്കിൽ അത്ര ഞാനല്ല അവള് തന്നെയാണ്. ആ മുടി കൂടി ചെയ്തു തരാം. അതെ, ഇവിടുന്ന് 3 മിനിറ്റ്. രസമുണ്ടത്. നമുക്ക് നടന്നു പോട്ടോ. അതെ, ഞാനില്ല. അത് വന്നിട്ട് എടുത്ത് വെക്കാം. ലേറ്റ് ആവണോ? വായോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്നാ ഇവിടെ ഇത് കഴിയട്ടെ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റ് അപ്പുറത്താണ് കേട്ടോ ഈ ജാങ്കോ സ്പേസിൻ്റെ ഓഫീസ്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മളിതേ ജാങ്കോ സ്പേസിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും ഒരു ക്വിക്ക് ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. ഐഷുദേ ഇൻ്റർവ്യൂവിന് റെഡി ആവുകയാണ്. ഞാനാണെങ്കിൽ അടുത്ത 1.5 മണിക്കൂർ ഞാൻ പോസ്റ്റ് ആവുമല്ലോ എന്നറിയാണ്ട് പോസ്റ്റ് ആവാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഞാൻ ഇവരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവളിതൊക്കെ ഒതുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യണ കാണുന്നില്ല. ഐഷോ എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കും, ഒരു വിരലെങ്കിലും. അല്ലെങ്കിൽ എന്റെ സ്ഥലം ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ സാധനം എടുത്തു വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഡിന്നർ ടൈം. നമ്മളുടെ ചില്ലി ബീഫും എന്താണ് ഇതിന്, ചപ്പാത്തി. കമോൺ ബേബി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തി. ഡിന്നറൊക്കെ കഴിഞ്ഞു. നമ്മളിതേക്ക് കിടക്കാൻ പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഓൾറെഡി പകുതി ഉറങ്ങി കഴിഞ്ഞു കേട്ടോ. പാവട്ട കുട്ടി പറഞ്ഞു അവൾക്ക് ഒന്നും പറയാൻ ബാക്കിയില്ല. ഒരു കഥകളുള്ളൂ. അവൾ എന്നോടും മിണ്ടാണ്ടായി. അപ്പോ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് കിടിലായിട്ട് തനി മലയാളി സൈനിങ് ഓഫ്. അല്ല, ആൽക്കഹോളിക് അല്ല, അതൊക്കെ മാറി. ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഗതി പിടിക്കണ്ടായില്ല. അത് മാറ്റിയപ്പോഴത്തേക്ക് ഒത്തിരി ഗതി പിടിക്കേണ്ടത് തോന്നുന്നുണ്ട്. അല്ലേ? അപ്പൊ നമ്മള് നാളെ കുറച്ച് കറങ്ങൽ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജോലി അവിടെ ഉണ്ടായതായിരുന്നു. ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവളുടെ പാട്ടിന് പോള് എന്നെ കൂടി കൊണ്ടുപോയിട്ടായി ഓർപ്പിക്കുക. തന്നെ അങ്ങനെ ഞാൻ ഒഴിവാക്കിക്കണം. നാളെ തൊട്ട് പുറത്ത് കിടന്നാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.